ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയുടെ പരിശീലകനായ സെർജിയോ ലൊബേറയ്ക്ക് വേണ്ടി വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ അത് ഫലം കാണാതെ പോവുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഡേവിഡ് കറ്റാലയെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനായിക്കൊണ്ട് നിയമിച്ചിട്ടുള്ളത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗി നൽകിയിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ ഈ ഒരു സെർജിയോ ലൊബേറയെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഒഡീഷയുമായി അദ്ദേഹത്തിന് കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെർജിയോ ലൊബേറയെ വിട്ടു നൽകാൻ വേണ്ടി ഒഡീഷയ്ക്ക് 2 കോടി രൂപയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷെ അത് ഒഡീഷ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സെർജിയോ ലൊബേറയെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാതെ പോയത്. പിന്നീട് ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അത് ഫലം കാണാതെ പോവുകയായിരുന്നു. പിന്നീടാണ് ഡേവിഡ് കറ്റാലയെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ആശിഷ് നേഗി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ മറ്റൊരു ISL ക്ലബ്ബുമായി ഇന്റർവ്യൂ നടത്തിയിട്ടുള്ള ഒരു പരിശീലകനാണ് ഡേവിഡ് കറ്റാല. പക്ഷെ അദ്ദേഹത്തെ ആ ഒരു ക്ലബ്ബ് നിയമിച്ചിരുന്നില്ല. അതിനുശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി സെർജിയോ കാസ്റ്റലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സെർജിയോ കാസ്റ്റൽ ജോയിൻ ചെയ്യുകയാണ് എന്ന് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഇപ്പോൾ സംഭവിച്ച ഒന്നല്ല. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഈ ഒരു താരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അന്ന് തന്നെയാണ് ഈ ഒരു സ്പാനിഷ് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴാണ് അത് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു ഡീൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ നടന്നിരുന്നു എന്നാണ് ഇപ്പോൾ ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും അപ്ഡേറ്റുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.